ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഒരു ചെറിയ വീഡിയോ നമ്മുടെ ലാലേട്ടൻ്റെ അടുത്ത സിനിമയെ കുറിച്ചുള്ള അപ്ഡേറ്റ് തരാൻ വന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ 2025 ഒരുപാട് നല്ല സിനിമകൾ ലൈനപ്പിലുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് വെയിറ്റ് ചെയ്യാണ്. സോ ഫസ്റ്റ് നമുക്ക് എമ്പുരാനാണ് റിലീസാകാൻ പോകുന്നത്. അപ്പം ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം 10 വർഷത്തിന് ശേഷം ലാലേട്ടൻ സത്യൻ അന്തിക്കാട് എന്ന ഡയറക്ടർ കൂടെ ഒരുമിക്കുന്നു. മാത്രമല്ല നമ്മൾ പൊതുവേ ഈ പഴയ ഡയറക്ടേഴ്സിനൊക്കെ നമ്മളൊരു വില കുറച്ച് കാണുന്ന ഒരു രീതി ഇപ്പോൾ ഉണ്ട്. സത്യത്തിൽ അവർക്ക് സംഭവിച്ചെന്താ വെച്ചാൽ എനിക്ക് റൈറ്റേഴ്സിൻ്റെ അഭാവമാണ്. പഴയ ഡയറക്ടേഴ്സിനൊന്നും ഇപ്പം പണ്ടത്തെ പോലെ ശോഭിക്കാൻ പറ്റാത്ത സത്യത്തിൽ. ജോഷി സാറാണ് പിന്നെയും നല്ല റൈറ്റേഴ്സിൻ്റെ കൂടെ വന്നിട്ട് അത് വീണ്ടും ഇങ്ങനെ ഇപ്പോഴും തിളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സത്യനന്ദിക്കാട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ട് നമുക്ക് പോലും ലാലേട്ടൻ ഫാൻസിൽ പോലും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഓക്കെ, സത്യനന്ദിക്കാടിൻ്റെ കൂടെയൊക്കെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ പോലെയാണ്. നമ്മൾക്ക് ആ ഒരു സത്യനന്ദിക്കാട് മോഹൻലാൽ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ട് ആ ഒരു ഫീൽ ഗുഡ് മൂവി ടൈമൊന്നും ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ സിനിമ ഒക്കെ മാറി. പക്ഷേ എന്നാൽ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അതിൽ കാരണം എന്താ വെച്ചാൽ, ഒന്ന് ലാലേട്ടൻ്റെ സെലക്ഷൻ ഇപ്പം അത് നല്ല സെലക്ഷനാണ് ലാലേട്ടൻ്റെ മൂവീസിന്. സോ സത്യനന്ദിക്കാടിൻ്റെ കൂടെ 10 വർഷത്തിന് ശേഷം ഒരു സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ നോക്കിക്കൊണ്ടേ ചെയ്യുള്ളൂ. പിന്നെ മാത്രമല്ല, അതിൻ്റെ കൂടെ എനിക്ക് പ്രതീക്ഷ എന്താ വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ 2 മക്കൾ അഖിൽ സത്യനും അനൂപ് സത്യനും 2 പേരും ഈ സിനിമേൻ്റെ ഭാഗമായിട്ടുണ്ട്. അസോസിയേറ്റ് ഡയറക്ടറായിട്ടും റൈറ്റിങ്ങിലും ഒക്കെ കൂടെ നിൽക്കുന്നുണ്ട്. സോ അവർ 2 പേരും എനിക്ക് 2 പേരും ചെയ്ത സിനിമ ഭയങ്കര ഇഷ്ടമാണ്. വരണാവശ്യമുള്ള സിനിമയും പിന്നെ പാച്ചു അത്ഭുതങ്ങളൊക്കെ 2ഉം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അതായത് ഒരു ഫ്ലേവറൊക്കെ ഉള്ള സത്യനന്ദിക്കാടിൻ്റെ ഫ്ലേവർ ഉണ്ട്. എന്നാൽ നമ്മളൊരു ഇപ്പോഴത്തെ രീതിയിലുള്ള മേക്കിങ്ങും ഇപ്പോൾ സമകാലീന ഒരു ഫിലിം ഒരു രീതിയിലാണ് അവരുടെ മേക്കിങ് കാര്യങ്ങളൊക്കെ. സോ ഫ്രഷ് ആയിട്ടുള്ള ഐഡിയാസ് ആയിട്ട് എനിക്ക് 2 സിനിമയും തോന്നിയത്. സോ അവരും ഈ സിനിമേൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് പറയുമ്പം അതൊരു നല്ല പ്രതീക്ഷയുള്ള കാര്യമാണ്. സത്യനന്ദിക്കാട് പ്രതീക്ഷ ഇല്ല എന്നല്ല, മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ലാലേട്ടൻ ഒരുപാട് ചിന്തിക്കുമല്ലോ. ഒരു 10 വർഷത്തിന് ശേഷം അവർ 2 പേരും, അതായത് ഏറ്റവും 20 സിനിമകൾ ചെയ്തിട്ടുണ്ട് ഒരുമിച്ചിട്ട്. എല്ലാ സിനിമയും നമ്മളെയൊക്കെ ചൈൽഡ്ഹുഡ് ഭയങ്കര മനോഹരമാക്കിയ എക്കാലം ഓർത്തിരിക്കുന്ന 20 സിനിമകൾ. സോ അവർ വീണ്ടും ഒന്നിക്കുന്നത് എപ്പോഴും നമുക്കൊരു എന്താ പറയുക, ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. സോ അത് ഒരിക്കലും ഒരു മോശം സിനിമ ആവില്ല എന്നുള്ളൊരു ഉറപ്പ് എവിടെ നിന്നുണ്ട്. ആശീർവാദാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊരു പ്ലസ് ബോണസായിട്ട് നമ്മൾ കാണുന്ന കാര്യമാണ്. അതിൻ്റെ പൂജ ഇന്ന് നടന്നിട്ടുണ്ട്. അപ്പം അതിൽ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. സോ അതിൻ്റെ പൂജൻ്റെ ഒരു വീഡിയോ ഉണ്ട്, നമുക്ക് അത് വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലായി ലാലേട്ടൻ ആ ലുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. സോ താടി ട്രിം ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് താടി ട്രിം ചെയ്ത് വെച്ചിട്ട് എനിക്കൊന്ന് ക്ലീൻ ഷേവ് ആയിട്ടാകാം ഈ സിനിമയിൽ. അതിൻ്റെ മുന്നിലുള്ള ട്രിമ്മിങ് ആയിട്ടാണ് ആ ഒരു ലുക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം സിനിമയിൽ ഞാൻ കണ്ടൊരു ഫോട്ടോ, എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ തന്നെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ആരോ ഇട്ടൊരു പോസ്റ്റാണ് അപ്പോൾ അതിൽ ഫുൾ ക്ലീൻ ഷേവ്ഡ് ആയിട്ടുള്ള ലാലേട്ടൻ ഫോട്ടോ കണ്ടു. അതൊരു വർക്കാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതായിരിക്കാം അപ്പോൾ ആ സിനിമത്തെ ലുക്ക്. സോ അതിപ്പം നേരത്തെ പറഞ്ഞ പോലെ താടിയില്ലാത്ത ലാലേട്ടനെ
കാണേണ്ടവർ കാണട്ടെ. ഒരുപാട് പേര് താടിയുള്ള ലാലേട്ടനെ കണ്ട് സഹിക്കാത്ത കുറേ പേര് ഉണ്ടായിരുന്നു. അവർക്ക് കണ്ടിട്ട് സന്തോഷം കിട്ടണമെങ്കിൽ കിട്ടട്ടെ. എന്തായാലും നമുക്ക് ഈ മൂവി എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഓണം റിലീസായിട്ട് വരുന്നതാണ്. ഈ വർഷത്തെ ഓണത്തിൽ റിലീസാവുന്ന ഒരു അറിയാമല്ലോ സത്യനന്ദിക്കാടിൻ്റെ ലൈനിലുള്ളൊരു മൂവി. പക്ഷേ ലാലേട്ടൻ ഒരുപാട് കാലമായി നമ്മളങ്ങനെ കണ്ടിട്ട്. സോ അതിലുള്ളൊരു പുതുമ, കാരണം കുറേ കാലം കാണാത്തത് നമുക്കൊരു പുതുമ ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ വീണ്ടും നമ്മൾ പറയല്ലോ പണ്ടത്തെ ലാലേട്ടൻ അല്ലെങ്കിൽ പഴയ സിനിമകൾ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഒരു കൈൻഡ് ഓഫ് മൂവി നമ്മൾ ഒരുപാട് നാൾ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ അത് കാണുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. അത് നല്ല രീതിയിൽ ബോറാക്കാതെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു നല്ല സിനിമയായിരിക്കും. സോ എനിക്ക് പ്രതീക്ഷകളുണ്ട് സിനിമയിൽ എന്തായാലും. ഈ ഒരു അപ്ഡേറ്റുകളായിട്ട് വരാനുണ്ട് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തതിന്. കാസ്റ്റിൽ നമ്മുടെ മാളവിക മോഹനാണ് പറഞ്ഞിട്ടോ. ഞാൻ ഐശ്വര്യലക്ഷ്മിയിലൊക്കെ എന്താണ് കൺഫേം ആണോ കാസ്റ്റ് എന്നറിയില്ല. ബട്ട് സംഗീതയും നമ്മളെ ചിന്താവിഷ്ട ശ്യാമളയിലെ സംഗീത ആൻഡ് മാളവിക മോഹൻ്റെ പേരാണ് ഇപ്പം കേൾക്കുന്നത്. നമ്മുടെ മലയാളിയാണ്, ബട്ട് തമിഴിലും എല്ലാ ലാംഗ്വേജിലും പോയി അഭിനയിക്കുന്ന മാളവിക മോഹൻ. സോ അതാണ് കാസ്റ്റ് ഇപ്പം പറഞ്ഞത്. ഐശ്വര്യലക്ഷ്മിൻ്റെ കാര്യം എനിക്ക് പിന്നെ ഞാൻ ഒഫീഷ്യലി എനിക്ക് ഒരു ക്ലാരിറ്റി ഇല്ല അതിൽ, അത് ഇന്നാണോ അവർ അതിൽ നിന്നൊക്കെ. സോ എന്തായാലും നമുക്ക് ഈ മൂവിയുടെ അടുത്ത ഒരു അപ്ഡേറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.